വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ഉച്ചയൊക്കെ ആവാറായപ്പോഴാണ് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. വൈകുന്നേരം ഇന്ന് കുറച്ച് തിരക്കുള്ളൊരു ദിവസം ആയതുകൊണ്ടും ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസം നല്ല വെയിലുള്ളൊരു ദിവസം ആയതുകൊണ്ടുമാണ് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചേക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഈ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ അത്യാവശ്യം ആ ഒരു ചൂടൊക്കെ മാറി ചെറിയൊരു തണുപ്പിലോട്ടൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഒരു 20-ക്കകത്തൊക്കെയുള്ള ഒരു ടെമ്പറേച്ചറാണ്, 20 ഡിഗ്രീസിനകത്തൊക്കെയാണ്. പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന ദിവസം നമുക്കൊരു 30 ഒക്കെ വരുന്നൊരു ദിവസമായിരുന്നു. അപ്പം നമുക്കധികം കൃഷിയൊന്നുമില്ല, കുറച്ച് തക്കാളി കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഹോസിനകത്ത് വെള്ളം ആദ്യം കുറച്ചൊന്ന് കളഞ്ഞ് തണുപ്പ് വെള്ളമാണെന്നൊക്കെ ഉറപ്പാക്കിയിട്ടാണ് ഒഴിക്കുന്നത്. നമ്മൾ ടാപ്പ് നിർത്തി കഴിഞ്ഞാലും അതിനകത്ത് കുറച്ച് വെള്ളം കിടക്കുമല്ലോ, അത് ഈ ചൂടൊക്കെ അടിച്ചിട്ട് നല്ല ചൂട് വെള്ളമായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ എപ്പോഴും വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിലും വെള്ളം ഒഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മേക്ക് ഷുവർ ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്രാവശ്യം എല്ലാവർക്കും തന്നെ കൃഷി ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ടൊന്നും ഒരു വിളവ് കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇപ്രാവശ്യം കുറച്ച് റോമാ ടൊമാറ്റോസാണ് ഒരു ട്രേ ആയിട്ട് വാങ്ങിച്ചു വെച്ചതാണ്. അതിൽ പേരും നാളും ഒന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് ആകെ അറിയാവുന്നത് ടൊമാറ്റോസ് ആണെന്ന് മാത്രമായിരുന്നു. ആ ഒരു ട്രെയിൽ ഈ ഒരു ചട്ടിയിലേത് ചെറിയ ടൊമാറ്റോസ് ആണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇടയ്ക്ക് ഇവിടെ ഒരു ഹെയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഈ ബ്രാഞ്ചൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ വാടിയിട്ടില്ലാത്തതുകൊണ്ട് ഞാനത് ഒടിച്ചു കളഞ്ഞില്ല. അപ്പോൾ അതിലും ടൊമാറ്റോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരെണ്ണം മാത്രം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മണി പോലെ ചെറിയ ടൊമാറ്റോസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരെണ്ണം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ബീഫ് സ്റ്റീക്ക് ടൊമാറ്റോസ് വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ചട്ടിക്കകത്തുള്ളത് കുറച്ച് വർഷം മുമ്പ് നമ്മൾ പഴയൊരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ബീഫ് സ്റ്റീക്ക് ടൊമാറ്റോസ് ഒരു 4 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ അതിൽ ടൊമാറ്റോസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വലിപ്പമുള്ള നല്ല ഫ്ലഷി ആയിട്ടുള്ള ടൊമാറ്റോസ് ആണ്. അപ്പം നമുക്ക് ആ ഒരു പ്രതീക്ഷയിൽ ഇപ്രാവശ്യം ഒരെണ്ണം എക്സ്ട്രാ വാങ്ങിച്ചു വെച്ചതാണ്. ട്രെയിൽ ഉണ്ടായിരുന്ന ഒക്കെ റോമേ ടൊമാറ്റോസും ഒരു ചെറിയ ടൊമാറ്റോവുമായിരുന്നു. അപ്പം നമ്മൾ ബീഫ് സ്റ്റീക്ക് ആണെങ്കിൽ ഇഷ്ടം പോലെ കായ കിട്ടും, നല്ല വലിയ കായാണല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചു വെച്ചതാണ്. പക്ഷേ ഇപ്രാവശ്യം എല്ലാ ടൊമാറ്റോസിലും കായ പിടിച്ചിരിക്കുന്നത് വളരെ വളരെ കുറവാണ്. പിന്നെ ചെറിയ പുഴുക്കുത്തലോ അതിനെന്തോ പ്രശ്നമൊക്കെ ആയിട്ടാണ് അത് വിളഞ്ഞു വരുന്നത് പോലും. അപ്പം നമ്മൾ എന്തായാലും ടൊമാറ്റോസിന് വെള്ളം ഒഴിക്കാൻ ഇറങ്ങിയ സ്ഥിതിക്ക് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് പിന്നെ കിളികൾക്ക് കുടിക്കാനായിട്ട് നമ്മളൊരു ഇത്തിരി വെള്ളം അവിടെ ഒഴിച്ച് വെക്കാറുണ്ട്. കാരണം നല്ല ചൂടുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ വന്ന് കുറച്ച് നേരമൊക്കെ വെള്ളമൊക്കെ കുളിച്ചൊക്കെ പോകുമല്ലോ. അപ്പോൾ അതിനും കുറച്ച് വെള്ളമൊക്കെ അവിടെ ഒഴിച്ചു വെച്ചു. അത് ബേർഡ് ബാത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതിൻ്റെ സ്റ്റാൻഡൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ഞാനതൊരു ചെടിച്ചട്ടിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ആപ്പിൾ ട്രീയും അത് ഈ വർഷം വാങ്ങിച്ചു വെച്ച ഒരു ആപ്പിൾ ട്രീ ആണ് കോസ്കോയിൽ നിന്ന്. അപ്പോൾ അതും ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഈ വർഷം അതൊന്ന് വേരൊക്കെ പിടിച്ച് വന്നാലേ അടുത്ത വർഷം നമുക്ക് തിരിച്ചു വരുവുള്ളല്ലോ. എല്ലാ ദിവസവും വെള്ളമൊഴിക്കൽ പരിപാടി ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ടെമ്പറേച്ചറൊക്കെ വരുന്ന ദിവസം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഈ ചെടികളൊക്കെ വാടി നിൽക്കും. നമുക്കിനി ഇതാന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വിൻ്ററിങ് എത്തും. ഈ ചെടികളൊക്കെ വിൻ്ററിൽ ഉണങ്ങി ഇലയെല്ലാം കൊഴിഞ്ഞ് നിൽക്കുമെങ്കിലും സ്പ്രിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ച് കിളിച്ച് വന്നോളും. അപ്പോൾ ഇന്നലെ എടുത്ത ഒരു കാസ്റ്റ് അയൺ പാനാണ്. അപ്പോൾ ഞാനത് ചൂട് പോകാത്ത കാരണം ഇന്നലെ രാത്രി കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ കഴുകി അതിനെ ഒന്ന് ചൂടാക്കി നല്ലെണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് അത് ഗ്യാസിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ബാക്ക് സൈഡിലും എണ്ണയൊക്കെ പുരട്ടി ഒന്ന് നമ്മൾ മയക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തുരുമ്പൊന്നും അടിക്കാണ്ടിരുന്നോളൂല്ലോ. അപ്പോൾ ആദ്യത്തെ പരിപാടി ഇനി കുറച്ച് നമ്മുടെ അരി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു, ചോറിടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ മട്ടേരി അല്ല, നമ്മുടെ വെള്ളേരി ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. ബസ്മതി അല്ല, അല്ലാത്ത വെള്ളേരി. അപ്പം ഞാൻ അതിനെ നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ വിസിലടിച്ച് നമ്മുടെ വെയിറ്റ് ഇട്ട് വിസിലടിപ്പിക്കുന്ന പരിപാടിയില്ല. അതിനകത്ത് ആവി കയറി വരുമ്പം അതിനകത്തോട്ട് വിസിലിട്ടിട്ട് ഓഫ് ചെയ്ത് 1 മണിക്കൂർ കഴിയുമ്പോൾ ഊറ്റിയെടുക്കുക ചെയ്യുന്നത്. അപ്പം നമുക്കിനി ഒരു തീയൽ വെക്കണം. അതിന് ഞാൻ ഈ ഡ്രൈ കോക്കനട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ നല്ല ഈസിയാണ്. ഇത് കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു 2 കിലോയുടെ പാക്കറ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാടുണ്ട്, നമുക്ക് തോരനും തീയലിനും ഒക്കെ ഇടാൻ നല്ലതാണ്. അപ്പം ഞാനൊരു കാസ്റ്റ് അയൺ വോക്ക് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പം ഇത്തിരി കൂടി ഡാർക്കായിട്ട് വറുത്തെടുക്കുന്നതാണ് തീയലിന് എപ്പോഴും ടേസ്റ്റ്. ഞാൻ വറുത്ത് വന്നപ്പം ഒരു ഇത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു ബ്രൗൺ ഷെയ്ഡല്ല, കുറച്ചുകൂടി ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ നമുക്ക് വറുത്തെടുക്കാം. ഡ്രൈ തേങ്ങാപ്പീര ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ടും ഈവൻ ആയിട്ടും പെട്ടെന്ന് വറുത്ത് കിട്ടും. എന്നാൽ നല്ല എണ്ണമയമുള്ള തേങ്ങാപ്പീരയുമാണ്. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിന് നല്ല ഡാർക്കായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അത് തീ ഓഫ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ ആ ചൂടിനകത്തിരുന്ന് അതൊന്ന് പച്ചമണമൊക്കെ മാറി വന്നോളും. ഇനി അതേ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ കൊച്ചുള്ളിയാണ് ബെസ്റ്റ്, അതെൻ്റെ ഇല്ലാത്തതുകൊണ്ട്
ഒരു ചെറിയ സവാളയും കറിവേപ്പിലയും കൂടി ഇട്ട് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി ആ ഉള്ളി നന്നായിട്ട് വഴണ്ടു വന്ന് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1.25 ടീസ്പൂണോളം മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിലും ഉള്ളിയുടെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മുടെ കഷ്ണങ്ങളായിട്ട് ഞാൻ ടൊമാറ്റോയും പൊട്ടറ്റോയും ആണ് ആഡ് ചെയ്തത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് ഈവനായിട്ട് മിക്സായി വരുമ്പോൾ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങയും മല്ലിപ്പൊടി ഉണ്ടല്ലോ, അത് ഞാനൊന്ന് മിക്സിയിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാണ്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരുമാതിരി പൊടിഞ്ഞ പരുവത്തിലാണ് വരുന്നത്. പക്ഷേ അതിനകത്തുനിന്ന് എണ്ണയൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് അരഞ്ഞു കിട്ടും. തീയലിന് നല്ല ഡ്രൈ ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ അരഞ്ഞ് അടിപൊളിയായിട്ട് കിട്ടും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി കരിഞ്ഞ് പോവാണ്ട് എന്നാൽ നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ ഒന്ന് വറുത്തെടുത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പം ഞാൻ ആ സമയം കൊണ്ട് ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെ ഇടയ്ക്കൂടെ ഒന്ന് നടത്തി. ഇനിതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വാളൻ പുളി ഉണ്ടല്ലോ, നീളത്തിലുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് പുളിയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും പരുവത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് ആണല്ലോ, അതിനനുസരിച്ചിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് വരണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതാ ഈ പൊടി എന്നത് വറുത്ത് അരച്ചെടുത്ത സാധനമാണ്, പക്ഷെ വെള്ളം ചേർക്കാത്തതുകൊണ്ട് ഇതാ ഇങ്ങനെ പൊടിഞ്ഞാണ് കിട്ടിയിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ കല്ലിലൊക്കെയാണ് അരയ്ക്കുന്നതെന്നുണ്ടെങ്കിലും നല്ല സൂപ്പറായിട്ട് അരഞ്ഞു കിട്ടും. ഇപ്പോൾ പിന്നെ എല്ലാവർക്കും മിക്സി ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് അതിനകത്തോട്ടിട്ട് ഒരു കറക്കി എടുത്താൽ മതി. ഇനി അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ച് വന്നപ്പോൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് കടുകും കൂടി വറുത്ത് ചേർത്താൽ മതി. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കുറച്ച് ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് താളിച്ച് ജസ്റ്റ് അതിനകത്തോട്ടൊന്ന് ചേർത്ത് അതിനെ ആ തീയലൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയമാകുമ്പോൾ എടുത്ത് സെർവ് ചെയ്താൽ മതിയല്ലോ. തേങ്ങ വറക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ആക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. പടവലങ്ങ, മുരിങ്ങയ്ക്ക, അതുപോലെ തന്നെ കൊഞ്ച് തീയലൊക്കെ നമുക്ക് വെക്കാമല്ലോ. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ വെയിറ്റ് ഇട്ടിട്ടല്ല പ്രഷർ കുക്ക് ചെയ്യുന്നത്. പ്രഷർ ഡെവലപ്പ് ചെയ്തിട്ട് അതിനകത്ത് 1 മണിക്കൂർ ഒന്ന് വെച്ചിട്ട് ഊറ്റിയെടുക്കുക ചെയ്യുന്നത്. കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്ത് ഊറ്റിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി കുളിക്കൽ പരിപാടിയാണ്. അപ്പോൾ പിള്ളേർക്കും ഇന്ന് അവധി ആയതുകൊണ്ട് കുറച്ച് എണ്ണയൊക്കെ പുരട്ടി അവരെയും ഒന്ന് കുളിക്കാനൊക്കെ വിട്ടിട്ട് എനിക്കും എണ്ണയൊക്കെ പുരട്ടി കുളിക്കണം. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് തലയിൽ എണ്ണ പുരട്ടി കൈ വാഷ് ചെയ്ത്, അടുത്ത ആൾക്ക് എണ്ണ പുരട്ടി കൈ വാഷ് ചെയ്ത്, അങ്ങനെ ഓരോരുത്തരായിട്ട് കുളിക്കാനായിട്ട് വിട്ടു. കഴിവതും ആഴ്ചയിൽ 1 ദിവസമെങ്കിലും നന്നായിട്ടൊന്ന് എണ്ണ പുരട്ടി കുളിക്കാൻ നോക്കാറുണ്ട്. ചില ആഴ്ചകളിൽ പറ്റാറില്ല, പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഈ പിള്ളേർക്ക് എന്തെങ്കിലും സിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. അങ്ങനെ അല്ലാത്തൊരു ദിവസവും എനിക്ക് ഓഫൊക്കെ ഉള്ളൊരു ദിവസം നോക്കിയിട്ട് ഇവരുടെ തലയിലൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് പുരട്ടി ഷാമ്പൂ ചെയ്ത് എടുക്കാൻ നോക്കാറുണ്ട്. അതുപോലെ ഞാനും ആഴ്ചയിൽ 2 ദിവസം നന്നായിട്ട് എണ്ണയൊക്കെ പുരട്ടി ഒന്ന് ഷാമ്പൂ ചെയ്തെടുക്കും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇനി ഊണ്. അപ്പോൾ കുറച്ച് കറികളൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇനി നമ്മുടെ ഇപ്പോൾ ഉണ്ടാക്കിയ തീയലും കൂടി എടുത്താൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് പരിപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു, വഴുതനങ്ങ മെഴുക്ക് വരട്ടിയും ബീട്രൂട്ട് തോരനും പിന്നെ നമ്മുടെ തീയലും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഉച്ചക്കത്തെ ഊണ്. അപ്പോൾ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ഒരു 2 ദിവസത്തെ പ്ലാനിൽ നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരുപാട് കറികൾ കുക്ക് ചെയ്യാണ്ട് ഒരു കറിയൊക്കെ കുക്ക് ചെയ്താലും നമുക്ക് തലേ ദിവസത്തെ കറികളും ഒക്കെ ആയിട്ട് നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ ഈസി ആയിരിക്കും, എസ്പെഷ്യലി നമ്മുടെ ഒരു വർക്കിംഗ് ഡേയിൽ. അപ്പം ഞാൻ കഴിവതും നമ്മുടെ കുക്കിംഗ് ഒരു 2 ദിവസത്തെ പ്ലാനിൽ ചെയ്ത് പോകാൻ ശ്രമിക്കാറുണ്ട്. അതല്ല നമ്മുടെ ഒരു ഓഫ് ഡേയിൽ കുറച്ചേറെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് കുക്കിംഗ് സ്കിപ്പ് ചെയ്യാൻ പറ്റണം. അപ്പം നമ്മൾ ഒന്നിൽ കൂടുതൽ കറികൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ബാച്ചായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നെക്സ്റ്റ് 2 ഡേയ്സിലെ കുക്കിംഗ് കുറച്ച് ഈസി ആവും. അപ്പം നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പോവാം. മേജർ കറികളൊക്കെ നമുക്ക് ഇരിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ബാച്ചാക്കി വെക്കുമ്പോൾ നമുക്ക് തൊടാത്ത കണ്ടെയ്നേഴ്സ് അങ്ങനെ വെക്കാം, നെക്സ്റ്റ് ഡേയിൽ യൂസ് ചെയ്യാനും എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കൂടെ ഓവർ ബേർഡൻ ആവാണ്ട് നമുക്കൊന്ന് ബാലൻസിൽ കൊണ്ടുപോകാനായിട്ടും ഈസി ആയിരിക്കും. വലിയ മീൽ പ്ലാനും മീൽ പ്രിപ്പും ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് നമ്മുടെ മനസ്സിലൊരു പ്ലാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തിരി കൂടുതൽ കുക്ക് ചെയ്ത് വെച്ചാൽ നമുക്കിതൊക്കെ ഒന്ന് ഈസി ആയിട്ട് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. ഇന്ന് നല്ല വെയിലുള്ള ദിവസം ആയതുകൊണ്ട് നമ്മുടെ കൗണ്ടർ തുടയ്ക്കുന്ന തുണി ഞാനൊന്ന് കഴുകി പുറത്ത് ഉണക്കാനിട്ടതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വന്നു. ഇനി നമ്മുടെ തീയലൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എടുത്തൊന്ന് ഫ്രിഡ്ജിൽ വെച്ച്
കൗണ്ടറൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കള പരിപാടി ഏകദേശം അവസാനിക്കും. അപ്പം ഞാൻ നമ്മുടെ ഈ പൈൻസോളിൻ്റെ കുറച്ച് ഡ്രോപ്സ് ഒന്ന് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ കൗണ്ടർ തുടയ്ക്കുന്നത്. നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ ചില സമയത്ത് ലെമൺ സെൻറ്റ് യൂസ് ചെയ്യും, ചില സമയത്ത് പൈൻസോൾ യൂസ് ചെയ്യും. പൈൻസോളിൻ്റെ ഒറിജിനൽ പൈൻസോളിൻ്റെ സൊല്യൂഷൻ്റെ ആ ഒരു സ്മെല്ല് നമ്മുടെ കൗണ്ടർ ആയാലും സിങ്ക് ആയാലും ഒക്കെ കഴുകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ഇനി ഒരു അംഗത്തിന് ബാല്യമില്ലാത്തത് കൊണ്ട് അടിച്ചു വാരലൊക്കെ ഞാൻ ഇവനെ ഏൽപ്പിച്ചു. ഇത് നമ്മുടെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഒരു ജൂൺ അവസാനമൊക്കെ ആയപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്ന റോബോ വാക്യൂം ക്ലീനറാണ്. അപ്പം നമ്മൾ അവനെ കുഞ്ഞിക്കുട്ടനെന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ അവനെ ഒന്ന് അഴിച്ചങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ അടിച്ചു വാരി എല്ലാം വൃത്തിയാക്കിയിട്ടോളും. കുറേ സമയം എടുക്കും. ഇതിൻ്റെ പോക്കൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും കഷ്ടമുണ്ട്, അതിനെ അവിടെ കാണാൻ മാറ്റിയിരുത്തിയിട്ട് നമുക്ക് തന്നെ അങ്ങ് ക്ലീൻ ചെയ്താൽ എളുപ്പത്തിൽ പരിപാടി കഴിയുമല്ലോ എന്ന്. പക്ഷേ ഇവൻ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ. മുടിയായാലും പൊടിയായാലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മുകളിലെത്തിയപ്പോഴത്തേക്കും കുറേ തുണികൾ ഇന്നലെ രാത്രിയിൽ നമ്മൾ മടക്കി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി വെക്കണം. അപ്പോൾ പിള്ളേരുടെ ഓരോ സെറ്റായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലിടുന്ന തുണികൾ, പുറത്തിടുന്ന തുണികൾ, അങ്ങനെ. അപ്പോൾ അത് ഷർട്ട്, പാൻറ്റ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത് കാരണം ഇവരെടുക്കുന്ന സമയത്തും ഒരുപാട് അലമ്പാക്കത്തില്ല. പക്ഷെ നമ്മൾ ഓരോ സമയം ലോണ്ടറി ചെയ്ത് മടക്കി വെക്കുന്ന സമയത്തും അലമ്പാക്കിയതൊന്ന് റെഡിയാക്കിയിട്ട് തിരിച്ച് അടുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് ഇത് കുറച്ച് ഹൈറ്റിലാണ് ഇതിൻ്റെ ആ ഒരു ഷെൽഫ് ഉള്ളത്. അപ്പം നമ്മൾ താഴത്തേക്ക് പരുവത്തിലുള്ള ഒരു ഷെൽഫ് നോക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു നീളത്തിനൊത്ത് ഇവർക്ക് എടുക്കാൻ പറ്റുമല്ലോ. ഇതിപ്പോൾ കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് ഞാൻ കസേരയിലൊക്കെ കയറിയിട്ടാണ് ഞാൻ വെക്കുന്നത്. പിള്ളേരെടുക്കുന്ന സമയത്ത് ഇവർ ചിലപ്പോൾ കസേരയിലൊക്കെ കയറാൻ മെനക്കെടാതെ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അലങ്കോലമാക്കി ഇടാറുമുണ്ട്. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം ലോണ്ടറി കഴിയുമ്പോഴും തിരിച്ച് വീണ്ടും നല്ല ക്ലീൻ ആക്കി ഇടും. പിന്നെ കുറേ തുണികളൊക്കെ ഇങ്ങനെ ഹാങ്ങറിൽ ഇടുന്നതുകൊണ്ട് അതും കുറച്ച് ഈസിയാണ്. പിന്നെ മടക്കാൻ ബുദ്ധിമുട്ടുള്ള തുണികൾ ഇങ്ങനെ ഹാങ്ങറിൽ ഇടുന്നതുമാണ് ഈസി. അപ്പം നമ്മൾ അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെൽഫ് നോക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹൈറ്റിലാക്കി അവർക്ക് കുറച്ച് അടുക്കി വെച്ചാൽ മതിയല്ലോ. അപ്പം ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ ഹുഡീസ് അതുപോലെ കുറേ ടോപ്സൊക്കെ ഇങ്ങനെ നമ്മുടെ ഹാങ്ങറിലാക്കി അങ്ങ് ഇടുക ചെയ്യുന്നത്. അപ്പം നമുക്കത് കുറച്ച് ഈസിയാണ്. ഇതുപോലുള്ള തുണികളൊക്കെ നമ്മൾ മടക്കി വെച്ചാലും അത് കറക്റ്റായിട്ട് ഇരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അത്രയും നമ്മൾ നല്ല സ്കിൽഡ് ആയിട്ടൊക്കെ മടക്കി വെക്കണം. അപ്പോൾ അതിനൊന്നും മെനക്കെടാതെ ഹുഡീസും അതുപോലെ സ്വെറ്ററും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതുപോലെ അങ്ങ് ഹാങ്ങറിലാക്കിയിടും. ഈ ഒരു റെഡ് സ്വെറ്റർ എനിക്ക് ശരിക്കും ഓർമ്മയില്ല, ഒന്നെങ്കിൽ എൻ്റെ 7th സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ എൻ്റെ 9th സ്റ്റാൻഡേർഡിൽ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ, നമ്മൾ പേരപ്പൻ എന്നാണ് വിളിക്കുന്നത്, പേരപ്പൻ എനിക്ക് കാസർഗോഡ് പേരപ്പൻ ജോലി ചെയ്യുന്നിടത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നതാണ്. അതിപ്പോഴും അത്യാവശ്യം തരക്കേടില്ലാണ്ട് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇപ്പോഴും ഇടാറുണ്ട്. അപ്പോൾ അതിനെന്നെ വീട്ടിലെല്ലാവരും നന്നായിട്ട് കളിയാക്കാറുണ്ട്, 7ാം ക്ലാസ്സിൽ ഉടുപ്പിടും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിപ്പോൾ എനിക്കതിൻ്റെ ഹുക്ക് ഇടാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു കാർഡിഗൻ പോലെയൊക്കെ ഇടാനായിട്ട് നല്ല അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ തണുപ്പ് വരുമ്പം അതിൻ്റെ കൈയുടെ നീളമൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇപ്പോഴും അത് ഇടാറുണ്ട്. ഒരുപാട് വർഷമായൊരു സാധനം ഇപ്പോഴും നമ്മുടെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. അത് നമുക്ക് ഇപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അപ്പോൾ എനിക്കിത് ഓരോ പ്രാവശ്യം ഇടുമ്പോഴും നല്ല സന്തോഷമാണ്. അതുപോലെ തന്നെ ഈ സ്വെറ്റർ അത്യാവശ്യം എൻ്റെ തണുപ്പിൽ നിന്നും എന്നെ രക്ഷിക്കാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോഴും അത് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരം നല്ല കോളായിട്ടുണ്ട്. അപ്പോൾ രാവിലെ നല്ല വെയിലും വൈകിട്ട് ഇങ്ങനെ മൂടി അടച്ചും കൂടി വന്നപ്പോഴത്തേക്കും ഹെയിൽ പെയ്യുമോ എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കാറ്റും ഒക്കെ ആയിട്ടാണ് പുറത്ത്. അപ്പം നമ്മളിതാ പുറത്ത് പോകാൻ വേണ്ടി ഒന്ന് റെഡി ആവുകയാണ്. ഷാംലിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഷാംലിയുടെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടായിരുന്നു. അവർ 2 ദിവസം കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് പോവാണ്. അപ്പം ഞാനിതൊരു സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ചയിലെടുത്ത വീഡിയോ ആണ്. ഇത് കഴിഞ്ഞൊരു 2-3 ദിവസം കഴിയുമ്പോൾ അവർ നാട്ടിലോട്ട് പോകുമായിരുന്നു. അപ്പം നമ്മളിന്ന് വൈകുന്നേരം അവിടെ ചെന്നൊരു ബാർബിക്യൂ പരിപാടിയൊക്കെ ആക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. പുറത്തു പോയ വിനീത് സമൂസയൊക്കെ വാങ്ങിച്ച് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു സമൂസ നല്ല അടിപൊളി സമൂസയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന്. ഇതിൻ്റെ പേര് സമൂസ ഫാക്ടറി എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ 40 മിനി വെജി സമൂസാസ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. വെജി സമൂസാസ് മാത്രമല്ല, ആ ബോക്സിൻ്റെ മുകളിൽ കാണുന്ന ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ സൈസ് ആണെങ്കിലും മിനി, മീഡിയം, ലാർജ് അങ്ങനെ പല സൈസിൽ അവൈലബിൾ ആണ്. നമ്മൾ യൂഷ്വലി എപ്പോഴും ഇവരുടെ മിനി സൈസാണ് വാങ്ങിക്കാറ്. നമ്മളെ സംബന്ധിച്ച് അത് കറക്റ്റ് സൈസാണ്. ഒരു 2 ബൈറ്റിൽ നമുക്ക് സമൂസ കഴിയും. നല്ല ചൂടായിട്ട് ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണ്. അതുപോലെ അതിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും ഓവർ സ്പൈസി ഒന്നും അല്ലാത്തതുകൊണ്ട് പിള്ളേർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുമാണ്. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി നേരെ ഷാംലിയുടെ വീട്ടിലെത്തി. അപ്പോൾ ഇവർ 2 ബ്രദേഴ്സാണ്. ഇവർ ഷാംലിയുടെ നെയ്ബേഴ്സാണ്. ഇവർ 2 പേരും കലാലയ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർ ഈയിടെ നാട്ടിൽ പോയിട്ട് വന്നതാണ്.
വന്നപ്പോൾ അതിൻ്റെ സ്നാക്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ട്രിവാൻഡ്രത്തു നിന്നുള്ള നല്ല അടിപൊളി സ്നാക്സ് ഒക്കെ ആയിരുന്നു. നമ്മൾ ചെന്ന സമയവും നല്ലതായതുകൊണ്ട് നമുക്കും കൂടി അതിൻ്റെ പങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കലാലയ ജീവിതം നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടതും ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ടൈം ആയതുകൊണ്ട് കോളേജിനെ കുറിച്ചും പഠിത്തത്തെക്കുറിച്ചും പ്രേമത്തെക്കുറിച്ചും അങ്ങനെ പല പല ടോപ്പിക്സ് ആയി. ഇതുപോലൊക്കെയുള്ള മാറ്റർ പറയുമ്പം ഏത് ജനറേഷൻ പറഞ്ഞാലും അവർ പറയും അവരുടെ ജനറേഷനിലുള്ളതായിരുന്നു അടിപൊളിയെന്ന്. അപ്പം അങ്ങനെ നമ്മുടെ ജനറേഷനിലുണ്ടായിരുന്ന പ്രേമത്തെക്കുറിച്ചുള്ള അറിവുകൾ കുട്ടികൾക്ക് കുറച്ചൊന്ന് പകർന്നു നൽകി. ഓരോരുത്തർക്കും പല പല അഭിപ്രായമായിരുന്നെങ്കിലും അതിൽ നിന്നും ചില പുതിയ അറിവുകളും നമുക്ക് കടഞ്ഞെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മള് കൂട്ടുകാരോട് അല്ലെങ്കിൽ ആരുമില്ലാത്തപ്പോ ചോക്കൊണ്ട് മറിച്ച് പണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് പ്രേമം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ പറഞ്ഞ നമ്മൾ പറയുമ്പോൾ ഉള്ളവരോടൊന്നും പറയത്തില്ല. അപ്പൊ നമ്മൾ കൂട്ടുകാരോട് പറയും, ചേട്ടൻ രണ്ട് മേശയും നമ്മുടെ ബെഞ്ചുകൾ ഒന്ന് ചോക്ക് വെച്ച് വരച്ച് മുട്ടിട്ടുണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് പക്ഷേ ഈ ഗ്ലാസ്സിൽ വെച്ച് മാഷ് ചെയ്യാൻ ഓക്കെ ആണോ അതോ മാറ്റി വെക്കണോ? ഇല്ല ഞാൻ അത് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് വെള്ളം എല്ലാം വറ്റിപ്പോയോ? വെള്ളം കുറച്ച്, ഞാൻ ഇത്ര വെള്ളം കുറച്ച് വെള്ളം ഒഴിക്കുള്ളൂ. അതിനൊരു കണക്ക് പോലും ഇല്ല, അത്രയും വെള്ളം ഇങ്ങനെ ഒഴിച്ചുള്ളൂ. കാരണം വെള്ളം ഒരുപാട് പിന്നെ അങ്ങനെ കലാലയ ജീവിതവും പ്രേമത്തിന്റെ ക്ലാസ്സും ഒക്കെ കഴിഞ്ഞിട്ട് മാഷ് പൊട്ടേറ്റോസ് റെഡിയാക്കാനായിട്ട് വന്നതാണ്. ഞാൻ വന്നിട്ട് കുക്കിംഗ് ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ വളരെ നേരത്തെ വന്നതുകൊണ്ട് മാഷ് പൊട്ടേറ്റോസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഷാമിലി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിച്ചെടുത്ത പൊട്ടേറ്റോസ് ആണ്. അത് മിച്ചുകുട്ടൻ നല്ല അടിപൊളിയായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുകയാണ്. അതിലോട്ട് കുറച്ച് ബട്ടറും ക്രീം ചീസും നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. ഇനി കുറച്ച് ഹെർബ്സ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇറ്റാലിയൻ ഹെർബ്സും പാഴ്സ്ലിയും ഒക്കെ കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാഷ് പൊട്ടറ്റോ റെഡിയാണ്. ഷാംലിയുടെ കുക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഈ ഒരു വിഭവമൊന്നും ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന അല്ലാത്തതുകൊണ്ട് ഷാംലിയുടെ അടുത്ത് ചോദിച്ച് പഠിച്ച് ഇനി ഇതിൻ്റെ ഗ്രേവിയുടെ പൊടി വാങ്ങിക്കാൻ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കണം. കിച്ചുവിന് ബീഫ് സ്റ്റേക്ക് കുക്ക് ചെയ്ത് തരണം എന്ന് ഷാംലിനെയൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്യണം എന്നായിരുന്നു പ്ലാൻ എന്നുണ്ടെങ്കിലും അതൊന്നും നടന്നില്ല. അപ്പോൾ സ്കൂൾ തുറന്നിട്ടാണെങ്കിലും ഒരു അവധി ദിവസമൊക്കെ കണക്കാക്കി ഇവർക്ക് ബീഫ് സ്റ്റേക്ക് ഒക്കെ കുക്ക് ചെയ്ത് ഷാംലി വിളിച്ചതാണ്. അതിൻ്റെ കൂടെ പപ്പയും മമ്മിയും പോകുന്നൊരു സമയമായതുകൊണ്ട് നമ്മളെല്ലാവരും ചിക്കൻ ബാർബിക്യൂ ഒക്കെ ചെയ്ത് സാലഡും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡിന്നറും കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം മിച്ചുവിനും കിച്ചുവിനും ബീഫ് സ്റ്റേക്കും നമുക്കെല്ലാവർക്കും ചിക്കൻ ബാർബിക്യൂവും ഗാർലിക് ബ്രെഡും റോസ്റ്റഡ് ബ്രോക്കലിയും സാലഡും മാഷ് പൊട്ടേറ്റോസും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ഡിന്നറായിരുന്നു. ഷാമിലിക്ക് ചെറിയ കൈയുടെ ഒരു പരിപാടിയില്ല. ഒരുപാട് ഫുഡ് കുക്ക് ചെയ്യാനും അത് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ വിളമ്പി കൊടുക്കാനും ഒക്കെ ഒരു പ്രത്യേക ഒരു താല്പര്യമുള്ള കൂട്ടത്തിലാണ്. ആ ഒരു സന്തോഷവും ഉത്സാഹവും ഒക്കെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ കാണാൻ പറ്റും. ഭയങ്കര ഇഷ്ടത്തോടെയാണ് കുക്ക് ചെയ്യുന്നത്. ഈവൻ നമ്മൾ US പോയപ്പോഴാണെങ്കിൽ പോലും നമ്മുടെ മെനുവിലില്ലാത്ത കാര്യം വരെ കുക്ക് ചെയ്തു. എന്നോട് പറഞ്ഞത് എൻ്റെ കൈ കുരുകുരുക്കുന്നു, കുക്ക് ചെയ്യാഞ്ഞിട്ട് എൻ്റെ കൈ കുരുകുരുക്കുന്നു എന്ന് പറഞ്ഞ ആളാണ്. അപ്പം അങ്ങനെ നമ്മളൊരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനും അത് ഇഷ്ടത്തോടെ വിളമ്പി കൊടുക്കാനും ഒക്കെ ഭയങ്കര ഉത്സാഹമാണ്. അത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ക്വാളിറ്റി അല്ലല്ലോ. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കൊക്കെ ആൾക്കാർക്ക് വെച്ച് വിളമ്പി ഇഷ്ടത്തോടെ ഭയങ്കര സ്നേഹത്തോടെ അതിനെ എൻജോയ് ചെയ്ത് ഒരാൾ കഴിക്കുന്നത് കണ്ട് സന്തോഷിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു. ഷാംലിയൊക്കെ ആ ഒരു കാറ്റഗറിയാണ്. വേറൊരാൾ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടത്തോടെ കണ്ടുകൊണ്ട് നിൽക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വേറൊരാളുടെ വയറ് നിറയുമ്പോൾ നമ്മുടെ മനസ്സ് നിറയുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആ ഒരു ഫീൽ ആ മുഖത്ത് ശരിക്കും കാണാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിനെ എല്ലാവരും കൂടെ ചുറ്റിനും നിന്ന് തീറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ഫുഡൊക്കെ കഴിച്ച് ഇവരുടെ വയറങ്ങോട്ട് നിറച്ച് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലോകമാണല്ലോ, നമുക്ക് നല്ല സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടിരുന്ന് പതുക്കെ കഴിക്കാമല്ലോ. അപ്പോൾ അതുവരെ നമ്മുടെ ഒരു ന്യൂസ് ടൈമാണ്. നമ്മുടെ വീട്ടുകാര്യം തൊട്ട് ദേശീയ അന്തർദേശീയ ചർച്ചകളെല്ലാം ഈ ഒരു ഇട്ടാവട്ടത്ത് നടക്കും. നമ്മൾ പല പല മാറ്റേഴ്സാണ് ചർച്ച
ചെയ്യുന്നത് ലോകത്തുള്ളതും ഈ ലോകത്തില്ലാത്തതുമായിട്ടുള്ള പല മാറ്റേഴ്സും നമ്മൾ ചർച്ച ചെയ്യും. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ കുട്ടീസൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി വന്നിട്ടുണ്ട്. വാണിയൊക്കെ ഫുഡ് ഫിനിഷ് ചെയ്യാൻ കുറച്ച് സമയം കൂടി എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. ഇനി ഇവരുടെ ഫുഡും കഴിപ്പും ഒക്കെ കഴിഞ്ഞ് ഇവരെ നമുക്കൊരു സൈഡിലോട്ടൊന്ന് ആക്കിയിട്ട് നമ്മൾ പതുക്കെ ഇരുന്ന് ഈ ചർച്ചയുടെ ബാക്കി പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിലാണല്ലോ. അത് ഡൈനിങ് ടേബിളിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണമാണത്. ഇപ്പം എല്ലാവരും ഓരോരുത്തരുടെ സമയം അനുസരിച്ചിട്ട് ഫുഡ് കഴിക്കുക. ഇനി ഡൈനിങ് ടേബിളിൽ വന്നാലും നമ്മൾ പലപ്പോഴും ഫോണും എടുത്ത് നോക്കിയിരിക്കുന്ന ഒരു സമയമാണ്. അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആ ഒരു സമയം നമ്മൾ ഒരുമിച്ചിരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പല പല ചർച്ചകളും പല പല കാര്യങ്ങൾ ക്യാച്ചപ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ആ ഒരു സമയത്താണല്ലോ. അങ്ങനെ നമ്മുടെ കുട്ടീസിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പം മാഷ് പൊട്ടേറ്റോയും ഗ്രേവിയുടെ പൊടി നമുക്ക് കോസ്കോയിൽ വാങ്ങിക്കാൻ കിട്ടും അത്രേ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഷാംലി ഗ്രേവി ഉണ്ടാക്കിയിട്ടുള്ളത്. അതാവുമ്പോൾ കുറച്ചും കൂടി ഈസിയാണല്ലോ. പക്ഷേ ഫ്രം സ്ക്രാച്ചും ഷാംലി ഗ്രേവി ഉണ്ടാക്കാറുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് പൊടി കിട്ടുന്നത് കൊണ്ട് പിന്നെ അതിനകത്ത് കുറച്ച് മഷ്റൂമൊക്കെ ആഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പപ്പയും മമ്മിയും ഇവിടുന്ന് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഓണമായിരുന്നു. അപ്പം നമുക്ക് അവരെ ഓണത്തിന് കൂട്ടാൻ പറ്റിയില്ല. അത് അവർക്കും നമുക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ആ ഒരു ഡേയ്സിലായതുകൊണ്ട് അവർക്ക് പോയല്ലേ പറ്റുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് നമ്മുടെ ഓണത്തിൻ്റെ വ്ളോഗാണ്. അപ്പോൾ അതിന് മുമ്പ് ഈ വീഡിയോ എടുത്തതായതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിന് മുമ്പ് ഇതങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതാ നമ്മുടെ ബോളി എല്ലാവരുടെയും കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബോളിയാണ്. അപ്പോൾ ഇത് നമ്മുടെ തിരുവനന്തപുരത്തു നിന്ന് കൊണ്ടുവന്ന ബോളിയാണ്. അതിൻ്റെ കൂടെ മമ്മി ഉണ്ടാക്കിയ അരിയുണ്ട ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കുറേ കഴിച്ചു. ഇതിൻ്റെ കൂടെ ഈ ഹൽവയുടെ ഒരു ഫുൾ പാക്കറ്റ് ഇതാ ഇനിയിപ്പോൾ 2 കുട്ടി പീസസാണ് റിമൈനിങ്. അതും മുറിച്ചെടുത്തതിൻ്റെ ബാക്കിയാണ്. അങ്ങനെ അതിനകത്ത് പല വെറൈറ്റി ഓഫ് ഹൽവാസ് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്തു. ഈ വൈറ്റ് ഭാഗ്യം എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ കറക്റ്റ് സമയത്ത് ചെല്ലുക എന്നുള്ളതാണ്. ബോളി എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ അതും കഴിച്ചതാ വീട്ടിലെത്തി ചെറിയൊരു നാപ്പൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ എനിക്ക് ജോലിയുള്ളൊരു ദിവസം ആയതുകൊണ്ട് റെഡി ആയിട്ട് വന്നതാണ്. അപ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് കാര്യമായ ഉറക്കമൊന്നും കിട്ടാത്തത് കൊണ്ട് അവിടെ ചെന്നൊന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് കട്ടൻ ചായയൊക്കെ ഇട്ട് പോകാമെന്ന് വിചാരിച്ചു. കോഫി വേണ്ട, കട്ടൻ ചായയാണ് എന്നെ കൂടുതൽ ഉണർത്തിയിരുത്താറെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗിനകത്ത് പാക്ക് ചെയ്തു. അപ്പം ഞാൻ നമ്മുടെ 2 1/2 ലിറ്റർ കുപ്പിയായിട്ടാണ് കേട്ടോ. എൻ്റെ കയ്യിൽ 1 ലിറ്ററിൻ്റെ വലിയ കുപ്പി ഇല്ലാത്തത് കൊണ്ട് 2 1/2 ലിറ്റർ കുപ്പിക്കകത്ത് ഞാൻ കുറച്ച് ജീരകവെള്ളമൊക്കെ നിറച്ച് നമ്മുടെ കട്ടൻ ചായയൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ ഒരു 10-20 10-25 ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് 11 മണിക്കാണ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് ഒക്കെ വേണം. ഇവിടുന്ന് 20 to 25 മിനിറ്റ്സിനകത്ത് നമ്മൾ ജോലി സ്ഥലത്തെത്തും. ഡിപ്പെൻസ് ഓൺ ദി ട്രാഫിക്. രാത്രി ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് ട്രാഫിക് ഒന്നും വഴിയിൽ കാണാറില്ല. പക്ഷെ ചില ദിവസങ്ങളിൽ തോന്നും ഇതെന്തോ ഒരുപാട് വണ്ടികൾ വഴിയിലുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇന്നത്തെ കുട്ടി ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടുന്ന ലൈക്കിൻ്റെ പുറത്താണ് യൂട്യൂബ് മറ്റാളുകളിലോട്ടും നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.